ഉണ്ടല്ലോ, അതിനൊരു ഡിസൈനർ ഉണ്ട്, അതിനൊരു എഞ്ചിനീയർ ഉണ്ട്. അയാൾ വാഴ്ത്തപ്പെട്ടവനാണ്. ലോകത്ത് നിർമ്മിക്കപ്പെട്ട താജ്മഹൽ, അതിന്റെ പിന്നിൽ ഒരാളുണ്ട്. അതിന്റെ മനോഹാരിതയുടെ പിന്നിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്. 2000-ലധികം തൊഴിലാളികളുണ്ട്. അതൊക്കെ കാണുമ്പോൾ അത് താനെ ഉണ്ടായി എന്നാരും വിശ്വസിക്കുകയില്ല. ഒരു മുട്ടുസൂചി ചൂണ്ടിക്കാണിച്ച് ഇത് താനെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കുകയില്ല. അതിന് ഫാക്ടറി വേണം, വൈദ്യുതി വേണം, നോളജ് വേണം, മെറ്റീരിയൽസ് വേണം, കമ്പനി വേണം, അതിനാവശ്യമായ അച്ചു വേണം. 6 ഘടകങ്ങൾ ഒരു മുട്ടുസൂചി ഉണ്ടാകണമെങ്കിൽ കൂടിച്ചേരണം. പെരിന്തൽമണ്ണയിലെ ഈ മൈതാനം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ താനെ ഉണ്ടായി. ഈ കേബിൻ ഇവിടേക്ക് താനെ നടന്നു വന്നു. ഈ സ്റ്റേജ് താനെ രൂപപ്പെട്ടു. ഈ ലൈറ്റ് സിസ്റ്റം താനെ ഉണ്ടായി. ഈ മൈക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് താനെ വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഊളംപാറയിൽ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ പറയും. എങ്കിൽ നിരീശ്വരവാദികളോട്, യുക്തിവാദികളോട്, മതനിഷേധികളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ലെന്ന് പറയാൻ എന്ത് അഡ്രസ്സാണ് നിങ്ങൾക്കുള്ളത്? അനന്തവിസ്തൃതമായ ആകാശഗോളത്തിൽ 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെയും അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെയും സംവിധാനിച്ച വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നോരോന്ന് അതിന്റെ ഗോളമണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്നത് ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 38, 39 വചനങ്ങൾ. സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വമിനൻ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൽ 18-ാമത്തെ വചനത്തിൽ പറയുന്നു, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. സൂര്യനുമതേ, ചന്ദ്രനുമതേ, നക്ഷത്രങ്ങളതെ, വൃക്ഷലതാദികളതെ, എഴുജന്തുക്കളതെ, പറവകളതെ എല്ലാം റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ഈശ്വര വിശ്വാസിയെ, നിരീശ്വരവാദിയെ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സംവിധാനിച്ച മഹാസംവിധായകൻ, ആ സംവിധായകനെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ആരാണ് അല്ലാഹു? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. ആരെ സൃഷ്ടിച്ചവൻ? മുഹമ്മദിനെയാണോ, പാശ്ചാത്യനെയാണോ, പൗരസ്ത്യനെയാണോ? ജനപദങ്ങളെ, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അജയ്യനായ പടച്ച തമ്പുരാൻ. കോടാനുകോടി കാനനങ്ങളിലെ, കോടാനുകോടി വൃക്ഷങ്ങളിലെ, കോടാനുകോടി ചില്ലകളിലെ, കോടാനുകോടി ഇലകളിലെ ഒരു ഇല കൊടിഞ്ഞു വീഴുമ്പോൾ അത് മനസ്സിലാക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ. ലോകത്തിന്റെ ഡെസേർട്ടുകളിൽ ഏതോ ഒരു ഡെസേർട്ടിലെ കാട്ടടിച്ച് മണൽക്കുന്നിന്റെ സ്ഥാനചലനം ഉണ്ടാകുന്നുവെങ്കിൽ ആ മണൽത്തരികളെ കുറിച്ച് പോലും സൂക്ഷ്മമായി അറിയുന്ന ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയുന്ന. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാളും അടുത്ത പെണ്ണെ, നിന്റെ കണ്ണിന്റെ കെട്ടുനോട്ടം അറിയുന്ന, പുരുഷാ നിന്റെ കണ്ണിന്റെ കെട്ടുനോട്ടം അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനില്ലേ, അവനാണ് നിന്നെ സംവിധാനിച്ചത് എന്ന ബോധത്തിലേക്ക് ഖുർആനിന്റെ 2-ാം അധ്യായം 285-ാമത്തെ വചനം, ഖുർആനിന്റെ 50-ാം അധ്യായം 16-ാമത്തെ വചനം എത്ര വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വമിനന്നാസി വദ്ദവാബി വല്ലൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യന്റെ നിറവർണം, കറുത്ത മനുഷ്യൻ, വെളുത്ത മനുഷ്യൻ, കറുപ്പും ചുവപ്പും ചേർന്ന മനുഷ്യൻ, ചാരനിറമുള്ള മനുഷ്യൻ, ജന്തുലോകങ്ങളിലെ വൈവിധ്യതകൾ, പർവ്വതങ്ങളിലെ വൈവിധ്യതകൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് നിനക്ക് പറയാൻ കഴിയണം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക പടച്ചവനെ, ആകാശഭൂമി നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ല, ഇതിന്റെ പിന്നിലെല്ലാം ഒരു കൃത്യതയുണ്ട്. ഇന്റർസിറ്റി 6:45 വരുമെന്ന് പറഞ്ഞാൽ 7:45 8:45 ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ജനശതാബ്ദി അത് വരുമെന്ന് പറഞ്ഞാൽ വരും, വരാതിരിക്കും, നേരം മുഴുവൻ താമസിക്കും. 6:30 സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ 6:29 6:31 മൈക്രോ സെക്കൻഡ് വ്യത്യാസപ്പെടുമോ? ഇല്ല. അതാര് നിയന്ത്രിക്കുന്നു? അവനാണ് അല്ലാഹു.
ആ അള്ളാഹുവിലേക്കാണ് ലോകത്തെ ക്ഷണിക്കുന്നത്. ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. സ്വന്തം ജന്മം നൽകിയ മാതാവിനെ ഒരുത്തൻ അറിയുന്നില്ലെങ്കിൽ അവൻ എന്തൊരു ബോഷ്കനാണ്. ജന്മം നൽകിയ മാതാവിനെ, നൊന്ത് പ്രസവിച്ച ഉമ്മാനെ ഒരു മകൻ തിരിച്ചറിയാതെ പോവുകയോ? അങ്ങനെ വരാൻ വഴിയില്ല. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാതുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആൻ 51-ാം അധ്യായം അദ്ദാരിയാത്ത് 20-21 വചനങ്ങൾ. ലോകം, ഭൂമി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരാൾക്കും ഒരാളെ പോലെ ഉമിനീരില്ല, ഒരാൾക്കും ഒരാളെ പോലെ തലമുടിയില്ല, ഒരാൾക്കും ഒരാളെ പോലെ കൃഷ്ണമണിയില്ല, ഒരാൾക്കും ഒരാളെ പോലെ വിരടയാളമില്ല, ഒരാൾക്കും ഒരാളെ പോലെ ശരീരത്തിന്റെ ഗന്ധമില്ല. 714 കോടി മനുഷ്യരുടെ തലമുടിയും വ്യത്യസ്തം, അതുപോലെ അവരുടെ നാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര് വ്യത്യസ്തം, അവരുടെ ശരീരത്തിന്റെ ഗന്ധം വ്യത്യസ്തം. ഇതൊക്കെ വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചവൻ ചോദിക്കുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ കാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബലാ കാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഫിംഗർ പ്രിന്റ്, മനുഷ്യന്റെ വിരലടയാളം, കുറ്റകൃത്യങ്ങളുടെ സിമെന്റഡ് പ്രൂഫ്, സോളിഡ് എവിഡൻസ്, അത് മനുഷ്യന്റെ വിരലടയാളമാണ്. അത്ഭുതം എന്താ? അത്ഭുതം എന്താ? ഇന്തോനേഷ്യയിലെ ഏതോ ഒരു പ്രദേശത്ത് ഒരു ചെറ്റക്കുടിലിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവന്റെ വിരലടയാളം പെരിന്തൽമണ്ണയിലെ ബഷീറിന്റെ വിരലടയാളം പോലെ ഇല്ല. അത് പടച്ച തമ്പുരാൻ അറിയാം. ഒരാളുടെ വിരലടയാളവും ഒരുപോലെയല്ല, മാറിപ്പോകുന്നില്ല, സാമ്യതയില്ല. രണ്ടാളുകളുടെ വിരലടയാളം ഒരേപോലെയില്ല. അതുകൊണ്ട് പടച്ചവൻ ചോദിക്കുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. നുരിമ്പിയെ എല്ലായതിനു ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എല്ലാണ് ഇപ്പോൾ, എല്ലല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയി അല്ലേ? ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ പടച്ച തമ്പുരാനിലേക്കാണ് ലോകത്ത് നമ്മൾ ക്ഷണിക്കുന്നത്. സമാധാനം ഉണ്ടാകാത്തതെന്താ? സമാധാനം ലോകത്തുണ്ടാകാത്തതെന്താ? മകന് രോഗം വന്നു, ദേവിയിലേക്ക് ചെന്നു. ടി എ റസാഖ്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ടി എ റസാഖ് പറയാൻ, മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ എഴുതുകയാണ്, ഞാൻ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോയി. ആദ്യമായി ഞാൻ മൂകാംബിക അമ്മയെ വണങ്ങി ആരാധിച്ചു. അന്ന് എനിക്കുണ്ടായ നിർവൃതിക്കെതിരില്ല. അത് തുടക്കമായിരുന്നു. സിനിമാ സംവിധായകൻ കമലിന്റെ കൂടെയായിരുന്നു പോയത് എന്ന് ടി എ റസാഖ് പറയും. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വീകരിച്ച ഒരു മുസൽമാന്റെ വീട്ടിൽ ജീവിച്ച അബ്ദുർ റസാഖ് പറയണത്, എനിക്ക് എന്റെ ഉമ്മയോട് മനസ്സു തുറക്കുന്നതിനേക്കാൾ ഞാൻ മൂകാംബിക ദേവിയുടെ മുമ്പിൽ മനസ്സു തുറക്കുന്നു എന്ന്. എന്റെ സങ്കടങ്ങൾ, എന്റെ ആകുലതകൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മനോവ്യതകൾ, എന്റെ രോഗാതുരമായ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങൾ മൂകാംബിക ദേവിയുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു എന്ന്. മനുഷ്യരെ സാഗരം സൃഷ്ടിച്ച റബ്ബിനോട്, ആകാശം സൃഷ്ടിച്ച റബ്ബിനോട്, സൂര്യനെ നിയന്ത്രിക്കുന്ന റബ്ബിനോട്, ഭൂമിയെ സംവിധാനിച്ച റബ്ബിനോട്, കൃമികീടങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിനോട്, ഒരു മിനിറ്റിൽ 72 തവണ സ്പന്ദിക്കുന്ന ഹൃദയത്തെ സംവിധാനിച്ച റബ്ബിനോട്, وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നായകൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാ പറയുന്നത്. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. മഴ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന ആ പടച്ച തമ്പുരാനോട്.